ചാപ്റ്റർ 4 ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചത് സിമ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നു എന്നും വരച്ച് തന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുവരെയുള്ള നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 4 ടൈപ്സ് ഡയഗ്രാംസ് ആയിരുന്നു പഠിക്കാനുണ്ടായത് അല്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ബാർ ഡയഗ്രാം 1, 2 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, 3 സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, 4 പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. അങ്ങനെ ബാർ ഡയഗ്രത്തിൽ 4 ടൈപ്സിൽ രണ്ടാമത്തെ ടൈപ്പായ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനിഷൻ: മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് ആർ ദോസ് ഡയഗ്രാംസ് വിച്ച് ഷോസ് 2 or more sets of data simultaneously. എന്ന് പറയുമ്പോൾ 2 അതിലധികമോ ഡാറ്റകൾ ഒരേ സമയം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയ്ക്ക് നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയും? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ കഴിയും. അതായത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം അങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന് ഉദാഹരണമാണ്. അതായത് 2000, അതെ, ആദ്യം നമ്മളൊരു 3 ബാറുകൾ കാണുന്നുണ്ട് അല്ലേ, നീല, ചുമപ്പ്, പച്ച കളറിൽ 2000 എന്നുള്ള ഒരു നമ്പറിന് നേർക്കായിട്ട്. പിന്നീട് കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 2001 എന്നുള്ളതിന് നേർക്കായിട്ടും ഒരു നീല ബാറ്, ചുമന്ന ബാറ്, പച്ച ബാറ്, അങ്ങനെ 3 ബാറുകൾ വീതമുള്ള 4 സെറ്റ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സൈമിൾട്ടേനിയസ്ലി എന്നുള്ളൊരു വാക്ക് ആ ഡെഫിനിഷനിൽ നമ്മൾ കണ്ടിരുന്നു. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് ആർ ദോസ് ഡയഗ്രാംസ്, എങ്ങനെയുള്ള ഡയഗ്രാംസ് ആണ്? വിച്ച് ഷോ 2 or more sets of ഡാറ്റ സൈമിൾട്ടേനിയസ്ലി, ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കാണിക്കുന്നു. 2 അല്ലെങ്കിൽ അതിലധികമോ സെറ്റ്സ് ഓഫ് ഡാറ്റയെ ഒരുമിച്ച് കാണിക്കുന്ന ഡയഗ്രത്തിനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്: ഈച്ച് സെറ്റ് ഓഫ് വേരിയബിൾസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സെറ്റ് ഓഫ് ബാർസ് പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. ഓരോ സെറ്റ് ഓഫ് വേരിയബിൾസിനെയും സെറ്റ് ഓഫ് ബാർസ് കൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ആ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇവിടെ ഈ തരത്തിലുള്ള ചോദ്യമായിരിക്കും നമുക്ക് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ് വരയ്ക്കാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ തരിക. നേരത്തെ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഇവിടെ ഈ 2000 ചോദ്യം ഇതാണ്. 2000 എന്നുള്ള വർഷത്തിൽ സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് 2001-ലും 2002-ലും 2003-ലും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ വ്യത്യാസം എന്ന് പറയുന്നത് 2000 എന്ന വർഷത്തെ ആസ്പദമാക്കി നമുക്ക് 3 ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്: സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഒരു വർഷത്തിൻ്റെ 3 ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ തരത്തിലുള്ള ചോദ്യത്തിന് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയഗ്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ്. നേരത്തെ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരു കാര്യത്തിൻ്റെ ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നുള്ള ചോദ്യത്തിൽ. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ മാത്രം തന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം മാത്രമേ വരയ്ക്കാൻ കഴിയൂ. ഇപ്പോൾ ഈ ചോദ്യം ഈ 3 ഇൻഫോർമേഷന് പകരം ഈ തരത്തിലാണെങ്കിൽ, എന്താണ് ഈ തരം എന്ന് പറയുമ്പോൾ? ഇയർ 2000, 2001, 2002, 2003, ഓരോ ഇയറിനും കറസ്പോണ്ടിങ് ആയിട്ട് അതാത് വർഷങ്ങളിലെ സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് വരയ്ക്കാൻ കഴിയുന്ന ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാം മാത്രമാണ്. അതേസമയം നമുക്ക് ഓരോ വർഷത്തിൻ്റെയും സെയിൽസിന് പുറമെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ കഴിയും. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം മാത്രമല്ല, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം ഒക്കെ ഇത്തരം ചോദ്യങ്ങൾക്കാണ് വരയ്ക്കാൻ കഴിയുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ്, ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ്, 2 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാമാണ്, 3 നമ്മൾ പഠിക്കാൻ പോകുന്ന പെർസെൻറ്റേജ് ബാർ ഡയഗ്രാമാണ്.
അപ്പോൾ ഈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് മൾട്ടിപ്പിൾ ബാർസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ബാർസ്, അതായത് ഒന്നിൽ കൂടുതൽ ബാർസുകൾ സെറ്റായിട്ട് അടുപ്പിച്ചിട്ട് ആ 3 ബാറുകൾ ഇതിൽ കാണുന്ന നീല, ചുവപ്പ്, പച്ച ബാറുകൾ തമ്മിൽ ഗ്യാപ്പൊന്നുമില്ല, അവ അടുപ്പിച്ച് ഉണ്ടാവും. അങ്ങനെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് വരാൻ കാരണം? 3 ഇൻഫോർമേഷനാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്: സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ആ ഓരോ വർഷത്തിനും ഓരോ 3 ബാറുകൾ അടുപ്പിച്ചിട്ട് ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ 2000 എന്നുള്ള വർഷത്തിന് നേർക്കായിട്ട് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്നിവയെ സൂചിപ്പിക്കുന്ന തരത്തിൽ 2000 എന്ന് ഇതിന് നേർക്കായിട്ട് 3 ബാറുകൾ വരച്ചിരിക്കുന്നു. ഏറ്റവും ഉയരത്തിൽ കാണുന്ന 100-ൽ എത്തി നിൽക്കുന്ന നീല ബാറ് എന്ന് പറയുന്നത് എന്ത് സൂചിപ്പിക്കുന്നതാണ്? ഇവിടെ നോട്ട്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നീല കളറ് സെയിൽസിനെയാണ് സൂചിപ്പിക്കുന്നത്, ചുമപ്പ് കളറ് ഗ്രോസ് പ്രോഫിറ്റിനെയും പച്ച കളറ് നെറ്റ് പ്രോഫിറ്റിനെയും സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ 2000-ലെ സെയിൽസ് എന്ന് പറയുന്നത് 100 എന്നാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ? നമുക്ക് ചോദ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അവർ 100-ൽ വരച്ചത്. അതെ, കറക്റ്റാണ്, 100. നോക്കൂ, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 2000-ന് നേർക്കുള്ള ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചുമന്ന കളറിലുള്ള ബാറാണ്. 2000-ന് നേർക്കുള്ള ചുമന്ന കളറിലുള്ള ബാറ് 30 ഹൈറ്റിലായിട്ട് വരച്ചിരിക്കുന്നു. ഇനി ഒരു പച്ച കളറുണ്ട് അല്ലേ? പച്ച കളർ എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ചോദ്യത്തിൽ എത്രയാണ് തന്നിരിക്കണം നോക്കാം. 2000 എന്നുള്ള വർഷത്തിന് നേർക്ക് നെറ്റ് പ്രോഫിറ്റ് 10 ആണ്. 2000 എന്നുള്ള വർഷത്തിന് നേർക്ക് നെറ്റ് പ്രോഫിറ്റ് അവർ 10 എന്നുള്ള രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ 2000 എന്നുള്ള വർഷത്തിൽ 3 ഇൻഫോർമേഷൻസും അടുപ്പിച്ചിട്ടുള്ള 3 ബാർസോട് കൂടിയിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്തു ഈ രീതിയിൽ. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ്. അതിനുശേഷം 2001-ൽ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും അതുപോലെ അടുപ്പിച്ച 3 ബാർസോട് കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ബാർസ്, അതുകൊണ്ടാണ് പേര് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബാർ, ഒന്നിൽ കൂടുതൽ ബാറുകൾ. അത് എത്ര വർഷത്തിന് തന്നിട്ടുണ്ടോ അത്രയും വർഷത്തിൽ ഈ 3 ബാർസായിട്ട് വരയ്ക്കുന്നു. ഈ തരത്തിലുള്ള ഡയഗ്രത്തിനെ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇതാണ് നിങ്ങളതിൽ എഴുതിയെടുക്കേണ്ട. നോട്ട്സ് എഴുതുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നോട്ടിൽ നോക്കിയപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട നോട്ട് ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഈ 3 സെൻറ്റൻസ് അല്ലേ ഉള്ളൂ, 2 സെൻറ്റൻസ്. ഈ 2 സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുക. ഈ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഈ പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം ഒരു സ്വന്തമായിട്ട് വരയ്ക്കുക, ബാർ ഡയഗ്രാം വരയ്ക്കുക. ഇതിങ്ങനെയൊക്കെ തന്നെയല്ലേ വരുന്നതെന്ന് ടെക്സ്റ്റിൽ ഈ സൊല്യൂഷനായി നോക്കി അതൊന്ന് ഉറപ്പിക്കുക. നമുക്ക് ഒരെണ്ണം വരച്ച് നോക്കുകയും കൂടെ ചെയ്യാം. ബോർഡിൽ ഈ ഡയഗ്രാം ഡ്രോ എ സ്യൂട്ടബിൾ ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വരച്ച് നോക്കുകയും ചെയ്യാം. ടെക്സ്റ്റിൽ പേജ് നമ്പർ 73-ലുള്ള സെയിം ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഡ്രോ സ്യൂട്ടബിൾ ബാർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാർ ഡയഗ്രാമാണ് വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കൂ, അതല്ലെങ്കിൽ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം വരയ്ക്കൂ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. നമ്മൾ ഡാറ്റ കണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയഗ്രാം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വരയ്ക്കുക എന്നാണ് ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഐറ്റംസ്, ഇയർ, ഐറ്റംസിന് കീഴിൽ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, ഇന്റേണൽ ട്രേഡ്, ഇങ്ങനെ 3 ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് 2000 എന്നുള്ള വർഷത്തിൽ ഇൻഡസ്ട്രീസ് 250, 2004 350. അതുപോലെ അഗ്രികൾച്ചർ 2000 670, 2004 300. ഇന്റേണൽ ട്രേഡ് 2000 എന്നുള്ള വർഷത്തിൽ 500, 2004 800. ഈ രീതിയിലാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരയ്ക്കാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വർഷത്തിൽ 2000 എന്നുള്ള വർഷത്തിൽ ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നു. അതുപോലെ 2004 എന്നുള്ള വർഷത്തിലും ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുള്ള ഡാറ്റകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം,
സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇത് മൂന്നും സ്യൂട്ടബിൾ ആണ്. ഈ 3 ഡയഗ്രത്തിൽ ഏത് നമ്മൾ വരച്ചു കഴിഞ്ഞാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഭാഗം എന്നുള്ളത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആയതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റിന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. എല്ലാം സ്യൂട്ടബിൾ ആണ്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, അതുപോലെ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ഇതെല്ലാം ഈ ഡാറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാർ ഡയഗ്രാം തന്നെയാണ്. എന്നിരുന്നാലും നമ്മളതൊക്കെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഈ ഡാറ്റയ്ക്ക് ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഓൾറെഡി വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എക്സ് ആക്സിസിലാണ് നമ്മൾ ഇയർ മാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2000 ഉണ്ട്, 2004 ഉണ്ട്. വൈ ആക്സിസിൽ നമ്മൾ ഐറ്റംസ് ആണ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐറ്റംസ് ഇവിടെ എഴുതാൻ സ്ഥലമില്ല, പിന്നെ ഇവിടെ ചെറുതാക്കി എഴുതേണ്ട ഐറ്റംസ്. ഹൊറിസോണ്ടലായിട്ടാണ് അത് സാധാരണഗതിയിൽ എഴുതാൻ, സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി 2000 എന്നുള്ള വർഷത്തിന് നമ്മൾ ആദ്യം ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ 2000 എന്ന് എഴുതി. 2000ന്റെ കീഴിൽ നമുക്ക് ഇൻഡസ്ട്രീസിന് ഒരു ബാർ വേണം, അഗ്രികൾച്ചറിന് ഒരു ബാർ വേണം, ഇന്റേണൽ ട്രേഡിന് ഒരു ബാർ വേണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 800 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 800 എന്നുള്ളത് ഞാൻ ഇവിടെ 800 വരെ എടുക്കാനുള്ള കാരണം നമ്മുടെ ഈ ഡാറ്റയിൽ ഉള്ള മാക്സിമം പോയിന്റ് 800 ആണ്. 250, 350, 670, 300, 500, 800. ആ മാക്സിമം വാല്യൂ ആയ 800 വരെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്താണെങ്കിൽ 800 നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് വൈ ആക്സിസിൽ 800 വരെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. എക്സ് ആക്സിസിൽ നമ്മൾ എന്താണോ എടുക്കുന്നത് അത് ഇവിടെ എഴുതി കഴിഞ്ഞു. ഞാനിവിടെ ഇയർ ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇയർ എന്നിവിടെ എഴുതി. വൈ ആക്സിസിൽ ഐറ്റംസ് ആണ്. ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ 3 കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഐറ്റംസ് എന്ന് പറയുന്നത്. ഐറ്റംസ് എന്നുള്ളത് വൈ ആക്സിസിൽ എഴുതി റെഡിയാക്കി. ഇനി 2000 എന്നുള്ള വർഷത്തിന്റെ മൾട്ടിപ്പിൾ ബാർസ് വരയ്ക്കാൻ ഞാൻ പോവുകയാണ്. 2000 ആദ്യം വരുന്നത് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിന്റെ ഹൈറ്റ് എത്രയാണ്? 250 ആണ്. അപ്പൊ 250 എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ്. ഈ ഹൈറ്റില് ഞാൻ ഇൻഡസ്ട്രീസ് എന്നുള്ളതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ വരച്ചു. അത് ഇൻഡസ്ട്രീസ് ആണ് എന്നുള്ള ഒരു ഷെയ്ഡിങ് നിർബന്ധമാണ്. ഇവിടെ ഷെയ്ഡിങ് കൊടുത്തിരിക്കണം. കാരണം ഓരോ ബാറുകളും ഓരോന്നിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ റെഡ് കളർ ബാറാണ് ഏതിനെ സൂചിപ്പിക്കുന്നത്? ഇൻഡസ്ട്രീസിനെ സൂചിപ്പിക്കുന്നത്. അത് നമ്മളിവിടെ എഴുതി കാണിക്കണം. നമ്മളിങ്ങനെ റെഡ് കളറിലുള്ള ഷെയ്ഡിങ്, ഈ സെയിം ഷെയ്ഡിങ് ഇവിടെ ചെയ്ത് ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രീസ് വരച്ചു കഴിഞ്ഞു. 2000 എന്നുള്ള വർഷത്തിന് നേർക്കുള്ള ഇൻഡസ്ട്രീസ്. ഇനി 2000 തന്നെ ഏതുകൂടി ഉണ്ട്? അഗ്രികൾച്ചർ ഉണ്ട് അല്ലെ. അഗ്രികൾച്ചറിന്റെ ഹൈറ്റ് എത്രയാണ്? 670. അപ്പൊ അതിനോട് ചേർന്നിട്ട് ഈ ബാറിന് പിന്നെ അവിടെ ഗ്യാപ്പ് ആവശ്യമില്ല. 670 എന്ന് പറയുമ്പോൾ ഏകദേശം 700ന്റെ അടുത്തൊക്കെ ആയിട്ട് വരും. സ്കെയിൽ എടുത്ത് തന്നെ വരയ്ക്കാം, നല്ലത് വളയാതെ കിട്ടും. ഏകദേശം 670. ഹൈറ്റില് ഞാനിവിടെ ഒരു ബാർ വരച്ചു. ഇത് അഗ്രികൾച്ചറെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ ഇതിൽ ഷെയ്ഡിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഷെയ്ഡിങ് ഒന്നും ചെയ്യാത്തതാണ് അഗ്രികൾച്ചർ എന്നുള്ള രീതിയിൽ ഞാനിവിടെ നോട്ടായിട്ട് എഴുതി വെച്ചു. അപ്പോൾ 2 ബാറായി. ഒന്നിനെ നമ്മൾ ചുവന്ന ഷെയ്ഡിങ് കൊടുത്തു, അത് ഇൻഡസ്ട്രീസ് ആണ്. ഷെയ്ഡിങ് ഒന്നും ഇല്ലാത്ത ബാർ അത് അഗ്രികൾച്ചറാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക്. 2 ഐറ്റം. മൂന്നാമത്തെ ഐറ്റം എന്താണ്? ഇന്റേണൽ ട്രേഡ്. അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കണം? 500. 500 എന്ന് പറയുമ്പോൾ
അവിടെ നമ്മൾ ഗ്യാപ്പൊന്നും കൊടുക്കുന്നില്ല. 3 ഐറ്റം ഉള്ളത് കൊണ്ട് ആ 3 ഐറ്റത്തിന്റെ ബാറും അടുപ്പിച്ചായിരിക്കണം. ബാറുകളുടെ വിട്ടും സെയിം ആയിരിക്കണം. ഓരോ ബാറിനും ഉള്ള വിട്ട് തന്നെയായിരിക്കണം അടുത്ത ബാറിന് ഉണ്ടാവേണ്ടത്. അതായത് ഇവിടെയൊക്കെ ഞാൻ ഒരേ ഗ്യാപ്പ് തന്നെയാണ്. ഓരോ ബാറിന്റെയും വീതി എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കണം. ഇതിന് ഞാൻ ഈ രീതിയിലൊരു ക്രോസ് ആയിട്ടുള്ള ഷെയ്ഡിങ് ആണ് കൊടുക്കുന്നത്. അത് ഇവിടെ സൈഡിൽ തന്നെ എഴുതുന്നു. ഇന്റേണൽ ട്രേഡ്, ഈ തരത്തിലുള്ള ഷെയ്ഡിങ് സൂചിപ്പിക്കുന്നത് ഇന്റേണൽ ട്രേഡ്. അപ്പൊ നമ്മുടെ 2000 എന്നുള്ള വർഷത്തിന് നേർക്കുള്ള 3 ഐറ്റംസിന്റെയും ബാറുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. 3 ഐറ്റംസിന് നമ്മൾ 3 വ്യത്യസ്തമായ ഷെയ്ഡിങ് കൊടുത്തു. ഓരോ ഷെയ്ഡിങ്ങും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? 2004 ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഗ്യാപ്പ് എത്രയാണോ അത്ര തന്നെ ഗ്യാപ്പാണ് ഈ 3 അടുപ്പിച്ചുള്ള ബാറ് കഴിഞ്ഞിട്ട് 2001 എന്നുള്ള വർഷത്തിന്റെ ബാറ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പും സെയിം ആയിരിക്കും. ഓക്കെ, ഇതൊരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഇതിനൊരു ഷെയ്ഡിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലിംഗ് പോയി കിട്ടി അല്ലേ? ഇനി 2001 എന്നുള്ള വർഷത്തിന് ഇൻഡസ്ട്രീസ് എത്രയാണ്? 350. അപ്പൊ 350 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ബാറിന്റെ വിഡ്ത്ത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് 2004 നേർക്കുള്ള ഇൻഡസ്ട്രീസ്. അപ്പൊ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഏത് ഷെയ്ഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്? റെഡ് കളറിലുള്ള ഷെയ്ഡിംഗ് ആണ്. അപ്പൊ ഇവിടെയും നിർബന്ധമായിട്ടും അതേ സെയിം ഷെയ്ഡിങ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇൻഡസ്ട്രീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവൻ നമ്മൾ ഈ റെഡ് കളർ ഷെയ്ഡിങ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ആദ്യത്തെ നമ്മൾ റെഡ് കളറാണ് ഇൻഡസ്ട്രീസിന് കൊടുത്തത്, അതുകൊണ്ടാണ് നമ്മളിവിടെയും അത് തന്നെ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇൻഡസ്ട്രീസ് കഴിഞ്ഞു 2004 നേർക്ക്. ഇനി അടുത്തത് ഏതാണ്? അഗ്രികൾച്ചറിന്റെ വാല്യൂ 300. അപ്പോൾ 300 എന്നുള്ള ഹൈറ്റ്, 300 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലെ 300ന് നേർക്കായിട്ട് അടുത്ത ബാറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 300 എന്നുള്ളത് എന്തായിരുന്നു? അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിന്റെ ഷെയ്ഡിങ് ഡോട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സെയിം ഷെയ്ഡിങ് കൊടുക്കുന്നു, ഡോട്ടഡ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഐറ്റം കഴിഞ്ഞു. ഇനി 2004 നേർക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട്. 800 ഹൈറ്റിലായിട്ട് ഇന്റേണൽ ട്രേഡ് 800 ഹൈറ്റില്. അതിൻ്റെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് ക്രോസ് ലൈൻസ് ആണ്. ആ ക്രോസ് ലൈൻസ് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞു. 2 വർഷം ഉള്ളത് 2 വർഷത്തിലും 3 ഐറ്റംസ്. അപ്പം 3 ബാർസ് ഉള്ള 2 സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം. ഇവിടെയും കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കാം. ഞാനിവിടെ ബോർഡിൽ ഇതിൻ്റെ അകത്ത് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഗ്യാപ്പും വളരെ കുറച്ചെടുത്തത്. ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും ഡയഗ്രത്തിൽ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ തരത്തിൽ 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ചെയ്തത് നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ നോട്ട് അയച്ചു തരുമ്പോൾ ആ 2 ബാർ ഡയഗ്രാംസ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് അതിൽ ഉണ്ടായിരിക്കണം. അടുത്തത് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം.
ഇതിൽ ഓരോന്നിലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഡയഗ്രാം വരിക. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ആ ഡയഗ്രാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. നോക്കൂ, ഈ ഡയഗ്രത്തിനെയാണ് നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓരോ ബാറിനെയും സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ 3 ബാറുകൾ കണ്ടിരുന്നല്ലോ, പച്ച, ചുമപ്പ്, നീല കളറിലായിട്ട് 3 ബാറിൻ്റെ ഒരു സെറ്റ്, 3 ബാറിൻ്റെ ഒരു സെറ്റ്, അതായത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മളതിനെ പറഞ്ഞു. ഇവിടെ സബ് ഡിവൈഡഡ്, ഒരു ബാറിനെ തന്നെ സബ്ബായിട്ട് നീല, പച്ച, ചുമപ്പൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാണുന്ന ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഇതെന്ത് ഡയഗ്രാമാണ്, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിന് വേറൊരു പേര് കൂടെയുണ്ട്, കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്നും അതിനെ പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ദ സബ് ഡിവൈഡഡ് ഓർ കമ്പോണൻറ്റ് ബാർ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡാറ്റ. അതായത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡാറ്റ in which the total magnitude is divided into different parts or components. അതായത് നമ്മളുടെ ഒരു കാര്യത്തിൻ്റെ വിലയെ പല പല ഘടകങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് ഉള്ള ഒരു ഡാറ്റ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ മാർക്ക്, നമുക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 600 മാർക്കാണ്. അതിൽ 100 മാർക്ക് ഇംഗ്ലീഷിന്, 100 മാർക്ക് സെക്കൻഡ് ലാംഗ്വേജ്, 100 മാർക്ക് സയൻസ്, 100 മാർക്ക്, അങ്ങനെ ഈ 600നെ നമ്മൾ 6 ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഡാറ്റയെ ആണ് നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് സബ് ഡിവൈഡഡ് അതായത് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഇതിൽ പറഞ്ഞതും ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏത് തരത്തിലുള്ള ഡാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റായിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഈ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നു എന്നാണ് അടുത്ത സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത്. ഇൻ ദീസ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്, ഈ തരത്തിലുള്ള ഡയഗ്രാംസിന് ഫസ്റ്റ് മേക്ക് സിമ്പിൾ ബാർസ്. ആദ്യം എന്ത് വരയ്ക്കുന്നു, സിമ്പിൾ ബാർസ്. അതായത് നമ്മൾ ആദ്യം പഠിച്ച ഡയഗ്രാം സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചുല്ലോ, ആ സിമ്പിൾ ബാർ ഡയഗ്രാം ആദ്യം വരയ്ക്കുന്നു. ഫോർ ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സിനും ഓരോ സിമ്പിൾ ബാർസ് വരയ്ക്കുന്നു. ആ സിമ്പിൾ ബാറിൻ്റെ ഉയരം എന്ന് പറയുന്നത് ടേക്കിംഗ് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഇൻ ദാറ്റ് ക്ലാസ്. ആ വിവരത്തിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഹൈറ്റായിട്ട് എടുക്കുന്നത്. വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ പറയുമ്പോൾ ഒരു കുറവുണ്ടാവും, മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ആദ്യം ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞല്ലേ നമുക്കത് വരയ്ക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ടൊന്ന് പറയുകയാണ്. അതിനുശേഷം നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഡെഫിനിഷൻ വായിച്ച് നോക്കുക, അപ്പോൾ ക്ലിയർ ആവും. ടേക്കിംഗ് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഇൻ ദാറ്റ് ക്ലാസ്, അങ്ങനെ ആ രീതിയിൽ സിമ്പിൾ ബാറുകൾ ആദ്യം വരയ്ക്കുന്നു. എന്നിട്ട് ആൻഡ് ദെൻ ഡിവൈഡ് ദീസ് സിമ്പിൾ ബാർസ്, അത് ആ സിമ്പിൾ ബാർസിനെ ഡിവൈഡ് ചെയ്യുന്നു ഇൻ ടു പാർട്സ് ഇൻ ദ റേഷ്യോ ഓഫ് വേരിയസ് കമ്പോണൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കാം. ചോദ്യം ഇതാണ്, റെപ്രസെൻ്റ് ദ ഡാറ്റ ബൈ യൂസിങ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്നുള്ള രീതിയിലെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇയർ എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ 2000, 2001, 2002. രണ്ടാമത്തെ കോളത്തിൽ ആർട്സ് 17,000, 21,000, 25,000. മൂന്നാമത്തെ കോളത്തിൽ സയൻസ് 10,000, 9,000, 11,000. നാലാമത്തെ കോളത്തിൽ ലോ 4,000, 6,000, 7,000. ഏറ്റവും അവസാനത്തെ കോളത്തിൽ ടോട്ടൽ 31,000, 36,000, 43,000. ഈ ചോദ്യത്തിന് നമ്മൾ ഒരു സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് മേക്ക് സിമ്പിൾ ബാർസ്. ആദ്യം സിമ്പിൾ ബാറുകൾ വരയ്ക്കുക. അതായത് 2000 എന്നുള്ള വർഷത്തിന് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വേണം. ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ, കണ്ടോ? അപ്പോൾ ഈ 2000ൻ്റെ ഉയരം, ആ സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഉയരം, അതായത് സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയുമ്പോൾ നീലയും ചുമപ്പും പച്ചയും കൂടെ ചേർന്ന ഉയരം എന്ന് പറയുന്നത്
2000-ൻ്റെ ടോട്ടലായ 31,000 എന്നുള്ളതിന് അനുസരിച്ചുള്ള ഉയരമാണ്. അപ്പോൾ ഇവിടെ 31,000 എന്നുള്ള വാല്യൂവിൻ്റെ അത്രയും പൊക്കത്തിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ആ 31,000 ഏതൊക്കെ കൂടെ ചേർന്നതാണ്? ആർട്സിൻ്റെ 17,000, സയൻസിൻ്റെ 10,000, ലോയുടെ 4,000. ഈ 3 വാല്യൂയും കൂടെ ചേർന്ന് കൂട്ടിയ ടോട്ടലാണല്ലോ 31,000 എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ 31,000-ൻ്റെ ബാറിനെ ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ നീല കളർ എന്ന് പറയുന്നത് ആർട്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 17,000 ഉയരത്തിൽ നമ്മൾ നീല കളർ കൊടുക്കുന്നു. അതിനുശേഷം സയൻസിൻ്റെ 10,000 ആണല്ലോ, ആ 10,000 ഉയരത്തിൽ നമ്മൾ ചുമന്ന കളറും, അവസാനം ലോ 4,000 ഹൈറ്റിൽ അത് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും വരച്ച് കഴിയുമ്പോൾ ആ ഭാഗത്തിന് നമ്മൾ പച്ച കളറും കൊടുക്കുന്നു. ഇതേ രീതിയിൽ 2001-നും 2002-നും നമ്മൾ ആവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും ബോർഡിൽ ഈ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. അപ്പോഴാണ് അതൊന്നും കൂടെ ക്ലിയർ ആവുള്ളൂ. ഈ തരത്തിലുള്ള ഡയഗ്രത്തിനെയാണ് നമ്മൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് ഒരു ബാറിനെ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയഗ്രത്തിനെ നമുക്ക് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് തന്നിട്ടുള്ള ഡാറ്റയ്ക്ക് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രവും സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രവും വരയ്ക്കാനും കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ഡയഗ്രത്തിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ 2 ഡയഗ്രത്തിൻ്റെ ഡെഫിനേഷൻ എഴുതണം. 2 പ്രോബ്ലംസ് വീതം നിങ്ങൾ നോട്ടിൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇനി നേരത്തെ നമ്മൾ ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 75-ൽ നോ യുവർ പ്രോഗ്രസ്സിലുള്ള സെയിം ക്വസ്റ്റ്യൻ, അതിന് നമുക്ക് ഒരു സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ വരച്ചത് എന്തായിരുന്നു? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. അപ്പോൾ ആ സെയിം ഡാറ്റയ്ക്ക് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു ഡയഗ്രമാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം ആ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ ഏതൊരു ബാർ ഡയഗ്രം വരയ്ക്കാനായി നമ്മൾ ചെയ്യുന്നതുപോലെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രത്തിന്റെ ഡെഫിനേഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കണം എന്ന് പറയും. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കണം. അതിനായിട്ട് ആ സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഐറ്റംസിലുള്ള ടോട്ടലാണ്. അതിനുവേണ്ടി ഞാനിവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. ഇതുവരെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇന്റേണൽ ട്രേഡ് 500, 800 വരെയും ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ 3 ഐറ്റംസിന്റെയും ടോട്ടൽ, അതായത് 250 പ്ലസ് 670 പ്ലസ് 500 ഈക്വൽ ടു 1420. 250 പ്ലസ് 670 പ്ലസ് 500 ഈക്വൽ ടു 1420. ആ ടോട്ടൽ അവിടെ കണ്ടുവച്ചു. അതുപോലെ 2004-ന്റെ ടോട്ടലായ 1450 അവിടെ എഴുതി. അതായത് 350 പ്ലസ് 300 പ്ലസ് 800, ഇത് 3ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1450 എന്ന് കിട്ടും. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന സിമ്പിൾ ബാർ ഡയഗ്രത്തിലെ ബാർസിന്റെ ഉയരങ്ങളാണ് ഈ ടോട്ടലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന ഇയർ ആയതുകൊണ്ട് ഇയർ എന്നും, എക്സ് ആക്സിസിലെ ഇയർ എന്നും വൈ ആക്സിസിലെ ഐറ്റം ടോട്ടൽ എന്നും എഴുതിയിട്ടുണ്ട്. ഐറ്റംസ് എന്ന് എഴുതിയാലും മതി, ഐറ്റം ടോട്ടൽ എങ്ങനെ വേണമെങ്കിലും അത് കുഴപ്പമില്ല. ഐറ്റംസ് ആണല്ലോ നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം ഇവിടെ നിന്ന് 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഞാൻ 2000 എന്നുള്ള വർഷത്തിന് നേർക്ക് ഒരു സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുകയാണ്. 2000-ന്റെ ടോട്ടലായ 1420 ഹൈറ്റിലാണ് ഞാൻ ആ സിമ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഴിയും. അപ്പോൾ 1400 ഇവിടെയാണ്, 1420 എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു മുകളിലുള്ള പോയിന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ ബാർ ഡയഗ്രം വരച്ചു. ഇനി ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ സബ് ഡിവൈഡ് ചെയ്യണം.
ഈ ബാർ ഡയഗ്രത്തിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 1420 ആദ്യത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എത്രയാണ്? 250. അപ്പൊ നമ്മൾ 250 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ പകുതി 300 അതിന്റെ രണ്ടിന്റെയും പകുതി ഇവിടെ വന്നിട്ട് 250. നിങ്ങൾ സ്കെയിലിൽ കറക്റ്റ് മെഷർമെന്റ് നിങ്ങൾ എടുത്ത് മാർക്ക് ചെയ്യാം. ഈ ഭാഗം അതായത് ഇവിടെ 0 മുതൽ 250 വരെയുള്ള ഈ ഭാഗം എന്നുള്ളത് എന്താണ്? ഇൻഡസ്ട്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിന് നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇൻഡസ്ട്രീസിന് ഏതെങ്കിലും ഒരു ഷെയ്ഡിങ് കൊടുക്കണം. ഞാൻ നേരത്തെ എഴുതിയത് ഇവിടെ മായ്ക്കാത്തത് കൊണ്ട് ഇൻഡസ്ട്രീസിന്റെ ഷെയ്ഡിങ് റെഡ് ഷെയ്ഡിങ് തന്നെ ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇത്ര പാർട്ട് എന്ന് പറയുന്നത് 250 കഴിഞ്ഞു. ഇനി 250 വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഈ ഭാഗം എന്ന് പറയുന്നത് 250 ആണ്. ഇനി അഗ്രികൾച്ചറിന് എത്ര ഭാഗം കൊടുക്കണം? 670 എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെ ആയാൽ 670 മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ മുതൽ 670 വരെ ഉള്ള ആ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഇതുവരെ 250 ഉണ്ട് അല്ലെ? ഇതുവരെയുള്ള ഭാഗം എന്ന് പറയുന്നത് 250 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ 670 കൂടെ കൂട്ടിയാൽ എത്ര വരും? 0, 2, 920. 250 അതായത് ഇൻഡസ്ട്രീസിന്റെ 250 അഗ്രികൾച്ചറിന്റെ 670 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 920. അപ്പൊ 920 എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യേണ്ടത്. 800 ഇവിടെ 1000 ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് 900 വരെ. അതിന്റെ തൊട്ട് മുകളിലുള്ള പോയിന്റ് ആയിട്ട് നമുക്ക് 920 എന്നുള്ള പോയിന്റ് വരെ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് 670 കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ അഗ്രികൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. അഗ്രികൾച്ചറിൽ നമ്മൾ ഈ ഷെയ്ഡിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ. ഇത് 600 റെഡിലെഴുതാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അറുന്നൂറ്റി 70 അല്ലേ? ഇനി ബാക്കിയുള്ള ഭാഗം എന്നുള്ളത് 500 തന്നെ ആയിരിക്കും. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് 920 ആണല്ലോ. 920ന്റെ കൂടെ ഇന്റേണൽ ട്രേഡ് 500 ആണ് വരേണ്ടത്. ഈക്വൽ ടു എത്ര വരും? 1420. 1420 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഇതൊന്നും ബാർ ഡയഗ്രത്തിൽ ഉള്ള കാര്യങ്ങളല്ല. അപ്പൊ ഈ ഭാഗം 500 ആണ്. ആ ഭാഗത്തിന്റെ ഷെയ്ഡിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, ക്രോസ് ആയിട്ടുള്ളതാണ്. അപ്പൊ 2000 എന്നുള്ള വർഷത്തിന്റെ സബ് ഡിവൈഡഡ് ബാർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതുപോലെ ഇത് ഞാൻ മായ്ക്കുകയാണ്. ഇത് കാൽക്കുലേഷൻ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വരച്ചതാണ്. ഇതുപോലെ നമുക്ക് 2004 സബ് ഡിവൈഡഡ് ബാർ വരയ്ക്കണം. 2004 സിമ്പിൾ ബാർ ഡയഗ്രാം ആദ്യം വരയ്ക്കുക. 2004 സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 1450. ഇവിടെ നിന്നുള്ള ഹൈറ്റ് എത്രയാണോ ഏകദേശം അത്ര തന്നെ ഞാൻ ഗ്യാപ്പ് എടുത്തു. 1450 എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഈ ബാറിന്റെ വീതി എത്രയാണോ അത്ര തന്നെ വീതി ഇവിടെ എടുക്കുന്നു. എല്ലാ ബാറിന്റെയും വീതി സെയിം ആയിരിക്കണം. ബാറുകൾ തമ്മിലുള്ള അകലം സെയിം ആയിരിക്കണം. ഈ അകലവും സെയിം ആയിരിക്കണം. ഈ ബാറിന്റെ വീതിയും സെയിം ആയിരിക്കണം. ഇത് ഏത് വർഷത്തിന് നേർക്കുള്ളതാണോ ആ വർഷത്തിന്റെ പേര് ഇവിടെ താഴെയാണ്. 2004 സിമ്പിൾ ബാർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. 1450 ഹൈറ്റ്. ഇനി നമ്മൾ ഈ ബാറിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇവിടെ എങ്ങനെയാണോ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം ഇവിടെയും സബ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യം ഇവിടെ ഇൻഡസ്ട്രീസ് ആയിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ഇൻഡസ്ട്രീസ് 350 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇൻഡസ്ട്രീസിന്റെ നമ്മൾ കൊടുത്ത ഷെയ്ഡിങ് എന്തായിരുന്നു? റെഡ് ആയിരുന്നു. അപ്പോൾ റെഡ് തന്നെ ഇവിടെയും കൊടുക്കുന്നു. ഓക്കെ, വാല്യൂ നമുക്ക് ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി എഴുതി വയ്ക്കാം എന്ന് മാത്രം. 350. ഇനി അടുത്തത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിന്റെ 300 ആണ്.
അപ്പോൾ അഗ്രികൾച്ചറിന്റെ 300 നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള 350ന്റെ കൂടെ 300 കൂടെ ചേർന്ന് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് വരെയാണ് നമുക്ക് വരിക. അതായത് 650 എന്ന് പറയുമ്പോൾ ഏകദേശം 600ന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഭാഗം. 650യിലാണ് നമ്മളിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 300 ആണ് അല്ലേ, 300. ഇവിടെ 650 വരാൻ കാരണം ഈ 300ഉം ഈ 350യും കൂടെ ചേർന്ന് 650 വരെ എത്തി നിൽക്കുക. ബാക്കി ഈ ഭാഗം നിങ്ങൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എത്ര തന്നെയായിരിക്കും, 800 തന്നെയായിരിക്കും. വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ ബാക്കിയുള്ള സ്പേസ് മുഴുവനായിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്തിടാം. 800 അതായത് ഇന്റേണൽ ട്രേഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ലെങ്തി ആയി പോയി എന്നേ ഉള്ളൂ. വരച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രം, അതല്ലെങ്കിൽ കമ്പോണന്റ് ബാർ ഡയഗ്രം എന്നും പറയും.